നമസ്കാരം. കാനാട് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് വേദിക പ്രജോഷ്. കാനാട് LP സ്കൂൾ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. 2025-26 വർഷത്തെ സാരഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി കാനാട് LP സ്കൂൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആഴ്ചകൾ നീണ്ട ഉദ്യോഗസ്ഥ ഭരണത്തിനു ശേഷം പുതിയ സാരഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. വോട്ടർ പട്ടികയിൽ പേരു ചേർത്ത് പട്ടിക പുതുക്കി പ്രാരംഭഘട്ടങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇത്തവണ പുതുതായി 1-ാം തലത്തിലേക്ക് എത്തിച്ചേർന്ന 65-ലധികം വോട്ടർമാരുടെയും പേര് വിവരം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. സ്കൂളിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസറായി ശ്രീമതി PM ശ്രീലീനയും ഇലക്ടറൽ ഓഫീസറായി ശ്രീ V രാജേഷും ചുമതലയേറ്റു. ഈ വർഷത്തെ ഇലക്ഷനെ കുറിച്ചുള്ള വിശദീകരണത്തിനായി ചീഫ് ഇലക്ടറൽ ഓഫീസർ ശ്രീമതി PM ശ്രീലീന നമ്മോടൊപ്പം ചേരുന്നു. മാഡം, എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ? 110-ാം സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പാണ് ഈ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത്. അതിൽ 1 മുതൽ 5 വരെ ക്ലാസ്സിലുള്ള 265 കുട്ടികൾ വോട്ടർമാരായിട്ടുണ്ട്. അതിൽ തന്നെ 123 ആൺകുട്ടികളും 142 പെൺകുട്ടികളുമാണ് വോട്ടർമാരായിട്ടുള്ളത്. ഈ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ സമ്പ്രദായം കുട്ടികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിൽ കൂടിയും കടന്നുപോയിക്കൊണ്ടാണ് ഈ ഒരു സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. KG കുട്ടികൾക്ക് വോട്ടില്ല. അവരെ ഇത് നേരിട്ട് മനസ്സിലാക്കുന്നതിന് എങ്ങനെയൊക്കെയാണ് ഇലക്ഷൻ സമ്പ്രദായം നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം അവർക്ക് നൽകുന്നുണ്ട്. അതുകൂടാതെ ഇലക്ഷൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് കുറച്ച് കുട്ടികൾക്ക് ചുമതല കൊടുത്തിട്ടുണ്ട്. അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്. നന്ദി മാഡം, താങ്കളുടെ വിലപ്പെട്ട സമയത്തിന്. ഇലക്ഷൻ വിശേഷങ്ങളുമായി കാനാട് വാർത്തകൾ ഇലക്ഷൻ എക്സ്ക്ലൂസീവ് തുടരും. നന്ദി, നമസ്കാരം, ശുഭരാത്രി.